ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എന്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് കൊല്ലം ചന്ദനത്തോപ്പിലുള്ള ഇൻഡസ് മോട്ടോഴ്സിൻ്റെ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫർ കൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നെക്സ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളുടെ വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അരീന സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളുടെ വീഡിയോയെക്കുറിച്ചാണ്, അതായത് ഓഫർ വീഡിയോയെക്കുറിച്ചാണ്. ഇപ്പോൾ രണ്ട് കാറ്റഗറിയായിട്ടാണ് മാരുതി വാഹനങ്ങൾ വരുന്നത്. നെക്സയിൽ കുറച്ച് വാഹനങ്ങൾ വരുന്നുണ്ട്, ഇപ്പം ഇഗ്നിസ്, അതേപോലെ ബലേനോ, സിയാസ്, അങ്ങനെയുള്ള കുറച്ച് വാഹനങ്ങളാണ് നമുക്ക് നെക്സയിൽ വരുന്നത്. അരീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾട്ടോ വരുന്നുണ്ട്, ഈ കിടക്കുന്ന എക്സ്പ്രസോ വരുന്നുണ്ട്, വാഗണോർ, സെലേരിയോ, അങ്ങനെ കുറച്ച് വാഹനങ്ങളാണ് നമുക്ക് അരീന സെഗ്മെന്റിൽ നമ്മൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓൾട്ടോ, വാഗണോർ, സെലേരിയോ, സ്വിഫ്റ്റ് തുടങ്ങിയ ആ ഒരു കാറ്റഗറി വരുന്ന വാഹനങ്ങളുടെ ഓഫറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓഫർ കൂടാതെ ഓൺ റോഡ് പ്രൈസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ആരെങ്കിലും പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചുള്ള ആ ഒരു കോൺടാക്ട് നമ്പറിൽ കണ്ണൻ ചേട്ടൻ്റെ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അവ വിളിച്ചാൽ മതി. നെക്സയുടെ വാഹനമായാലും അരീനയുടെ വാഹനമായാലും ഇനി യൂസ്ഡ് കാർ ആണെങ്കിലും നിങ്ങൾക്ക് താഴെ കാണിച്ചിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പിന്നെ വീഡിയോയ്ക്കകത്ത് നമ്മൾ സംസാരിക്കുന്ന ഓൺ റോഡ് പ്രൈസ് ഓഫർ കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ആയിരിക്കും പറയുന്നത്. ഞാൻ ആ പറയുന്ന പ്രൈസിൽ നിന്ന് നല്ല ഓഫർ വരുന്നത്. ഓഫർ കഴിഞ്ഞിട്ടുള്ള വിലയായിരിക്കും നമ്മൾ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ജസ്റ്റ് ഞാൻ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഓരോ വാഹനത്തിനും എത്രയാണ് ഓഫർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ആദ്യത്തെ വാഹനം നമുക്ക് വരുന്നത് ഓൾട്ടോയാണ്. അപ്പോൾ ഓൾട്ടോയിലേക്ക് വരുന്ന സമയത്ത് എൻട്രി ലെവലാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു വാഹനം എടുക്കാം എന്ന് ഉദ്ദേശിച്ച സമയത്ത് ആദ്യം വരുന്നൊരു വാഹനം ഓൾട്ടോ തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് നമ്മൾ ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് പറയുന്നത്. LXi ഒരു 523 റേഞ്ചിൽ ഓൺ റോഡ് നിങ്ങൾക്ക് ഇറക്കാനായിട്ട് പറ്റും. VXi ആണെന്നുണ്ടെങ്കിൽ 562 ഓൺ റോഡ് വരുന്നത്. VXi പ്ലസ് ആണെങ്കിൽ 6.3 നമുക്ക് ഓൺ റോഡ് വരും. അതായത് മാനുവൽ ടോപ്പ് എൻഡ് ഓഫർ കഴിഞ്ഞ് 6 ലക്ഷം രൂപ റേഞ്ചിൽ എടുക്കാനായിട്ട് പറ്റും. ഇനി ഓട്ടോമാറ്റിക് പതിപ്പാണെങ്കിലോ 6.16 VXiക്ക് ഓൺ റോഡ് വരുന്നത്. VXi പ്ലസ് 6.57 ഓൺ റോഡ് പ്രൈസ്, അത് ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഓഫറിലേക്ക് വരാം. മാനുവൽ വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 35,000 ക്യാഷ് ഓഫറും 15,000 രൂപ എക്സ്ചേഞ്ച് ബോണസും ഏകദേശം ഒരു 3,100 രൂപ കോർപ്പറേറ്റ് ഓഫറും, ടോട്ടലി 53,000 രൂപയാണ് ഓഫറായിട്ട് ഓൾട്ടോയുടെ മാനുവൽ വേരിയൻറ്റിന് മാരുതി ഇട്ടിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ മാനുവലിൽ നമ്മൾ 35,000 പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുന്ന സമയത്ത് ക്യാഷ് ഓഫർ 40,000 മാറുന്നുണ്ട്. 40,000 ക്യാഷ് ഓഫറും 15,000 രൂപ എക്സ്ചേഞ്ച് ബോണസും 3,100 രൂപ കോർപ്പറേറ്റ് ഓഫറുമാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ 58,000 രൂപയുടെ ഓഫറാണ് മാരുതി സുസുക്കി ഓൾട്ടോ എന്ന വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു എൻട്രി ലെവൽ വാഹനമാണ്. ഒരു 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്ന ഒരു കസ്റ്റമറാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓൾട്ടോ എന്ന വാഹനം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. വലിയ മെയിൻ്റനൻസ് കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വാഹനത്തിന് വരുന്നില്ല. ഈ ഓൾട്ടോ കഴിഞ്ഞ അടുത്ത വാഹനം ഈ കിടക്കുന്ന എക്സ്പ്രസോ എന്നതാണ്. ഈ ഒരു എക്സ്പ്രസോയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒരു വാഹനമാണ്. നല്ല സ്പേസ് ഉള്ള വാഹനമാണ്. ലേഡീസിനൊക്കെ പറ്റിയ ഏറ്റവും മികച്ചൊരു വാഹനമായിട്ട് തന്നെ ഈ ഒരു എക്സ്പ്രസോയെ നമുക്ക് പരിഗണിക്കാനായിട്ട് പറ്റും. എക്സ്പ്രസോയ്ക്ക് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും ഓഫർ വരുന്നുണ്ട്. മാനുവൽ ആണെങ്കിൽ 30,000 രൂപ ക്യാഷ് ഓഫറും 15,000 രൂപ എക്സ്ചേഞ്ച് ബോണസും 3,000 രൂപ കോർപ്പറേറ്റ് ഓഫർ, ടോട്ടലി 48,000 രൂപയുടെ ഓഫറാണ് എക്സ്പ്രസോയ് മാനുവലിന് വരുന്നത്. ഇനി ഓട്ടോമാറ്റിക് പതിപ്പിലേക്കാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ 35,000 രൂപ ക്യാഷ് ഓഫറും 15,000 എക്സ്ചേഞ്ച് ബോണസും 3,000 രൂപ കോർപ്പറേറ്റ് ഓഫറും നമുക്ക് വരുന്നു. ടോട്ടലി 53,000 രൂപയാണ് ഓഫറായിട്ട് എക്സ്പ്രസോ എന്ന വാഹനത്തിന് വരുന്നത്. ഇനി ഓൺ റോഡ് പ്രൈസ് പറയാം. ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. VXi ആണെങ്കിൽ 5.77, VXi പ്ലസ് 6.11. ഇനി VXi ഓട്ടോമാറ്റിക് ആണെങ്കിൽ 6.26, VXi പ്ലസ് ഓട്ടോമാറ്റിക് 6,60,000 രൂപയും നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇപ്പോൾ രണ്ട് വാഹനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഒന്ന് ഓൾട്ടോയാണ്, അതിനുശേഷം ഈ കിടക്കുന്ന എക്സ്പ്രസോയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനിയിപ്പോൾ അടുത്ത വാഹനം നമുക്ക് വരുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗണോറാണ്. വാഗണോറിൻ്റെ പ്രത്യേകത 1 ലിറ്ററിലും 1.2ലും നമുക്ക് അവൈലബിൾ ആണ്. ഓഫർ ശ്രദ്ധിച്ച് കേൾക്കണം എത്രയാണെന്നുള്ളത്. നമ്മൾ 1 ലിറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാനുവൽ വേരിയന്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 35,000 ക്യാഷ് ഓഫറും 15,000 എക്സ്ചേഞ്ച് ബോണസും 3,000 രൂപ കോർപ്പറേറ്റ് ഓഫർ, അതാണ് 1 ലിറ്റർ മാനുവലിന് ഓഫർ വരുന്നത്. 1.2 മാനുവൽ ആണെന്നുണ്ടെങ്കിലും സെയിം തന്നെയാണ്. 35,000 ക്യാഷും 15,000 എക്സ്ചേഞ്ചും 3,000 രൂപ കോർപ്പറേറ്റ് ഓഫറും. ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിൽ വ്യത്യാസം വരുന്നുണ്ട്. 40,000 രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത്, 15,000 എക്സ്ചേഞ്ച് ബോണസും 3,000 കോർപ്പറേറ്റ് ഓഫറും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 ലിറ്ററും 1.2നും സെയിം ഓഫർ തന്നെയാണ് മാനുവലിന് വരുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോഴാണ് വ്യത്യാസം വരുന്നത്. 40,000 രൂപ ക്യാഷ് ഓഫറിലേക്ക് അത് മാറുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ഓഫറും സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പ്രൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് LXi 6.20 വരുന്നുണ്ട്, VXi 6.73 വരുന്നുണ്ട്, ZXi 7.11 വരുന്നുണ്ട്, ZXi പ്ലസ് 7.67 ഓൺ റോഡ് പ്രൈസ് വരുന്നു ഓഫർ കഴിഞ്ഞിട്ട്.
ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXA ഓട്ടോമാറ്റിക് 731, ZXA ഓട്ടോമാറ്റിക് 765, ZXA പ്ലസ് ഓട്ടോമാറ്റിക് 8,35,000 രൂപയും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ വാഗണോറിന് നമ്മൾ 3 വാഹനങ്ങളുടെ ഓഫർ സംസാരിച്ചു. ഓൾട്ടോ പറഞ്ഞു, എക്സ്പ്രസോ പറഞ്ഞു, വാഗണോർ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്കുള്ള വാഹനമാണ് സെലേരിയോ എന്നതാണ് നമ്മുടെ അടുത്ത വാഹനം. ഈ ഒരു സെലേരിയോയിലേക്ക് വരുന്ന സമയത്ത് മാനുവൽ വേരിയൻറ്റിന് 35,000 ക്യാഷ് ഓഫറും 15,000 എക്സ്ചേഞ്ച് ബോണസും 3,000 രൂപ കോർപ്പറേറ്റ് ഓഫറുമാണ് നൽകിയിട്ടുള്ളത്. ടോട്ടലി 53,000. അതിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പാണെങ്കിൽ 40,000 ക്യാഷ് ഓഫറും 15 എക്സ്ചേഞ്ച് ബോണസും 3,000 രൂപ റേഞ്ചിൽ കോർപ്പറേറ്റ് ഓഫറും വരുന്നുണ്ട്. ടോട്ടലി 58 വരുന്നത്. അപ്പോൾ മാനുവൽ ഓട്ടോമാറ്റിക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. 5,000 വ്യത്യാസം മാത്രമാണ് വരുന്നത്. മാനുവൽ എടുക്കുന്നവർക്ക് 35,000 ക്യാഷ് ഓഫർ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക് എടുക്കുന്ന കസ്റ്റമേഴ്സിന് 40,000 രൂപ അവർ ക്യാഷ് ഓഫറായിട്ട് തരുന്നു. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ട് പറയാം. പ്രൈസ് വരുന്നത് VXA ആണെങ്കിൽ 665, ZXA 711, ZXA പ്ലസ് 768. ഓട്ടോമാറ്റിക് പതിപ്പാണെങ്കിൽ VXA 719, ZXA 765, ZXA പ്ലസ് 822 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഓഫർ കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ് വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇനി അടുത്ത വാഹനം നമുക്ക് വരുന്നത് സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ മാനുവലിനും ഓട്ടോമാറ്റിക്കിനും സെയിം ഓഫർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അതായത് 25,000 രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത്, 15,000 എക്സ്ചേഞ്ച് ബോണസ്, 3,000 രൂപ കോർപ്പറേറ്റ്, ടോട്ടലി 43,000 രൂപ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം അതിന് മുന്നേയൊക്കെ സ്വിഫ്റ്റിനൊക്കെ നല്ല രീതിയിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാസം ഓഫർ കുറവാണ്. 25,000 രൂപ മാത്രമാണ് ക്യാഷ് ഓഫറായിട്ട് വന്നിട്ടുള്ളത്. എക്സ്ചേഞ്ച് ബോണസ് 15 കൊണ്ട് 3,000 രൂപ കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട്. ടോട്ടലി 43,000 രൂപ. പ്രൈസ് വരുന്നത് LXA ആണെങ്കിൽ ഓഫർ കഴിഞ്ഞിട്ട് 738, VXA 865, ZXA 951, ZXA പ്ലസ് 1034. ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXA 892, ZXA 1010, ZXA പ്ലസ് 1093 ഓൺ റോഡ് പ്രൈസ് സ്വിഫ്റ്റ് എന്ന വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ സ്വിഫ്റ്റിനെ കുറിച്ച് പറയാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 വാഹനങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 5 വാഹനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഓൾട്ടോയെ കുറിച്ച് പറഞ്ഞു, എക്സ്പ്രസോയെ കുറിച്ച് പറഞ്ഞു, വാഗണോറിനെ കുറിച്ച് പറഞ്ഞു, സെലേരിയെ കുറിച്ച് പറഞ്ഞു, സ്വിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇത്രയും വാഹനങ്ങൾക്കും ഓഫർ നമുക്ക് വരുന്നുണ്ട്. ഇനിയുള്ള വാഹനങ്ങൾക്ക് ഓഫർ വളരെ കുറവാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അടുത്ത പറയാൻ പോകുന്ന വാഹനത്തിൽ ഓഫറേ ഇല്ല. അടുത്ത വരുന്നത് സ്വിഫ്റ്റ് കഴിഞ്ഞതാണ് ഡിസയർ ആണ് അടുത്ത വരുന്നത്. ഡിസൈറിലേക്ക് വരുന്ന സമയം നിങ്ങൾക്കറിയാം പുതിയ വാഹനമാണ്. ഇതുവരെ ഡിസൈറിന് യാതൊരുവിധ ഓഫറും കാര്യങ്ങളും അവർ കൊടുത്തിട്ടില്ല. ഈ മാസവും പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ വരുന്നുണ്ട്. 15,000 16,000 യൂണിറ്റ് അടുപ്പിച്ച് ഓരോ മാസവും ഓൾ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സെയിലുള്ളൊരു വാഹനമായതുകൊണ്ടും പുതിയ വാഹനമായതുകൊണ്ടും പ്രത്യേകിച്ച് അങ്ങനെ ഓഫറോ കാര്യങ്ങളൊന്നും. ഇടയ്ക്ക് ഞാൻ കുറേ ഡാർക്ക് എഡിഷൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ കണ്ട് റോഡിലൂടെ പോകുന്നതൊക്കെ നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട്. LXA 821 പ്രൈസ്, VXA 939, ZXA 1068, ZXA പ്ലസ് 1156. ആ ഒരു റേഞ്ചിലാണ് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഡിസയറിൻ്റെത്. പിന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 998 വരും VXAക്ക്, ZXA 1127, ZXA പ്ലസ് 1246 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് ബ്രസയാണ്. ബ്രസയിലേക്ക് വരുന്ന സമയത്ത് ബ്രസയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓഫറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ LXA എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു കിറ്റ് വരുന്നുണ്ട്. അതായത് അക്സസറീസിൻ്റെ കിറ്റാണത്. 52,000 രൂപ റേഞ്ചിൽ വില വരുന്ന കിറ്റ് നമുക്കൊരു 25,000 രൂപയ്ക്ക് കിട്ടും. VXA എടുക്കുന്നവർക്കാണെങ്കിൽ 26,000 രൂപ റേഞ്ചിൽ വില വരുന്ന ഒരു കിറ്റ് 10,000 രൂപയ്ക്ക് കിട്ടും. അതാണ് ഓഫറായിട്ട് പറയാനായിട്ടുള്ളത്. അക്സസറീസിനകത്ത് മാത്രമാണ് ബ്രസയ്ക്ക് ഓഫറും കാര്യങ്ങളും അവർ ഇട്ടിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ZXA ആ തുടങ്ങിയ 1-2 വേരിയന്റുകൾക്ക് 10,000 ക്യാഷും 15,000 രൂപ എക്സ്ചേഞ്ച് ബോണസും. അത് മാത്രമാണ് ഓഫറായിട്ട് വരുന്നത്. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഒരുപാട് ഓഫറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ടോപ്പ് 2 വേരിയൻസിന് മാത്രമേ ഓഫറായിട്ടുള്ളൂ. മറ്റുള്ള 2 വേരിയൻസിനും അക്സസറീസ് ഓഫറുമാണ് അവർ കൊടുത്തിട്ടുള്ളത്. LXA 1020 വരും, VXA 1126 വരും, ZXA 1356 വരും, ZXA പ്ലസ് 1552 വരും. ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXA 1354, ZXA 1529, ZXA പ്ലസ് 1720 ഓൺ റോഡ് വരും. ഇനിയിപ്പോൾ ഉള്ളത് ഈക്കോയാണ്. ഈക്കോയിലേക്ക് വരുന്ന സമയത്ത് 10,000 ക്യാഷ് ഓഫറും 15,000 എക്സ്ചേഞ്ച് ബോണസും 3,000 കോർപ്പറേറ്റ് ഓഫർ. ടോട്ടലി 28,000 ഓഫറായിട്ട് വരുന്നത്. ഈക്കോയ്ക്ക് അങ്ങനെ ഒരുപാട് ഓഫറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. 5 സീറ്റർ ആണെങ്കിൽ 681, 7 സീറ്റർ 673. 7 സീറ്ററിന് വില കുറഞ്ഞിരിക്കാൻ കാര്യം 7 സീറ്ററിൽ AC അവൈലബിൾ അല്ല. 5 സീറ്ററിൽ മാത്രമേ നമുക്ക് ACയും കാര്യങ്ങളും കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് വില അങ്ങനെ കുറഞ്ഞു നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ളതാണ് എർട്ടിക. എർട്ടികയ്ക്ക് നിങ്ങൾക്കറിയാം ഓഫറും കാര്യങ്ങളൊന്നും വരാറില്ല. LXA 1056, VXA 1181, ZXA 1342, ZXA പ്ലസ് 1427. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് എർട്ടികയുടെ ഒരു ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കണ്ണച്ചേട്ടൻ്റെ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മളത് കുറേ പേര് ചോദിക്കാറുള്ളതാണ് ഈ ഒരു എർട്ടികയുടെ ടൂർ എന്ന വാഹനം, അതായത് ടാക്സിക്ക് വേണ്ടിയിട്ടുള്ള വാഹനം ഉണ്ടോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നിലവിൽ അത് സ്റ്റോക്ക് നമുക്ക് വരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് താഴെ കാണിച്ച നമ്പറിൽ വിളിക്കുക. പിന്നെ അന്വേഷിക്കാറുള്ളതാണ് ആംബുലൻസ്, ഈക്കോയുടെ ആംബുലൻസ്. അത് ഒരുപാട് പേര് അന്വേഷിക്കാറുണ്ട്. കാര്യം പല സമയത്തും അത് വെയിറ്റിംഗ് പീരീഡോട് കൂടിയാണ് നമ്മൾ പല കസ്റ്റമറും വാങ്ങിക്കാറുള്ളത്.
അതും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ സ്കൂൾ ഓട്ടത്തിനൊക്കെ ആർക്കെങ്കിലും വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഈക്കോയുടെ 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് പരിഗണിക്കാം. കാരണം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ ഈക്കോയും കൂടെ ആയതുകൊണ്ട് തന്നെ കൊച്ചു പിള്ളേരെ അത്യാവശ്യം നല്ല രീതിയിൽ സീറ്റിംഗ് കപ്പാസിറ്റിയോടുകൂടി നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനും യാതൊരുവിധ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്തുള്ള ഇൻഡസ് മോട്ടോഴ്സിലാണ്. ചന്ദനത്തോപ്പിലാണ് ലൊക്കേഷൻ വരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ നെക്സയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിലവിലിട്ടത് അരീനയുടെ വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും വാഹനം എടുക്കാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിച്ചുള്ള കണ്ണഞ്ചേട്ടൻ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്. സർവീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഷോറൂമിൽ നിന്ന് തന്നെ നെക്സ, അരീന, യൂസ്ഡ് എല്ലാം നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെ ഒരു ഡെലിവറി നടക്കുന്നുണ്ട്. നെക്സയുടെ വാഹനമാണ് അവിടെ ഇഗ്നിസാണ് ഡെലിവറി നടക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഏത് വാഹനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ആശംസകൾ നമ്മൾ പറഞ്ഞില്ല തുടക്കത്തിൽ. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. അതിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ.